പണ്ട് തൊട്ടേ വളയങ്ങളോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ഒരു 10-12 വർഷത്തോളം ഒരു ഡ്രൈവർ ഫീൽഡിലായിരുന്നു. അതുപോലെ എനിക്കൊരു ബസ്, എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു ഒരു ബസ് സ്വന്തമാക്കണമെന്ന്. പണ്ടൊക്കെ ബസ്സൊക്കെ ഓടിക്കുന്ന നോക്കി കണ്ട് കൊതിച്ച് നിന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നത് പത്തനംതിട്ടയിലെ ആദ്യത്തെ BS6 മോഡൽ, അതായത് BS6 2024 BS6 വോൾവോ ഐഷർ ഞാൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ ആദ്യത്തെ വണ്ടിയാണ് കണ്ട. അങ്ങനെ എൻ്റെ സ്വപ്നം ഞാൻ സഫലീകരിച്ചിരിക്കുകയാണ് മച്ചാമാരെ, സഫലീകരിച്ചിരിക്കുകയാണ്. എൻ്റെ ആദ്യ ശമ്പളങ്ങളെല്ലാം ഞാൻ കൂട്ടി വെച്ച് ഞാൻ അങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ ഒരു ഐഷറിനെ. ഇത് ടൂറിസ്റ്റ് ബസ്സാണ് കേട്ടോ. അപ്പം ടൂറിസ്റ്റ് ബസ്സിനോട് അതിയായുള്ള ആഗ്രഹം മൂത്തിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി സ്വന്തമാക്കിയത്. അപ്പം എന്നെപ്പോലെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, വണ്ടിയെ ആരാധിക്കുന്ന, വണ്ടിയെ സ്നേഹിക്കുന്ന, വണ്ടി ഭ്രാന്തന്മാരെന്ന് വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളിലേക്ക് പോകണം കേട്ടോ. ഇറങ്ങി വരാം താഴെ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഈ ആനപ്പുറത്തും താഴെ ഇറങ്ങിയിട്ട് വന്നിട്ട് ഞാൻ സംസാരിക്കാം. എൻ്റെ ഈ തിരക്കുകൾക്കിടയിലൊക്കെ എനിക്ക് ഇതിൻ്റെ കാര്യമൊന്നും നോക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇതിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കുകയാണ്. ഇതാണ് വിജിൻ. ഇതാണ് വണ്ടിയുടെ ശരിക്കുള്ള ഉടമസ്ഥ കേട്ടോ. ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ് ഒരു വണ്ടിയൊക്കെ സ്വന്തമാക്കിയത്. ഇനി വിജിൻ പറയും വിജിൻ്റെ വിശേഷങ്ങൾ, വിജിൻ ഇത് സ്വന്തമാക്കിയത് കാര്യങ്ങളൊക്കെ വിജിൻ ഇനി പറയും. വിജിനെ എന്നാ പറഞ്ഞു തുടങ്ങിക്കോ. എല്ലാം ഒരു ആഗ്രഹത്തിന് പുറത്തുള്ള പരിപാടിയല്ലേ. നമുക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ടൂറിസ്റ്റ് ബസ് സ്വന്തമാക്കുക എന്നുള്ളത്. ആദ്യം നമ്മൾ സെക്കൻഡ് വണ്ടികൾ എടുത്താൽ തുടങ്ങുന്നത്. പിന്നെ അതിന് മുന്നേ വിജിന് ഇപ്പോൾ എത്ര വയസ്സായി? എനിക്കിപ്പോൾ 29 വയസ്സിൽ. എൻ്റെയൊക്കെ കുട്ടിക്കളി പോലും മാറിയിട്ടില്ല. ആ ഒരു പ്രായത്തിലാണ് വിജിനിപ്പം സ്വന്തമായിട്ടൊരു ബസ്സിൻ്റെ ഒന്നല്ല 2 വണ്ടി ഉണ്ടായിരുന്നു. ഒരെണ്ണം കൊടുത്തല്ലേ? ഒരെണ്ണം കൊടുത്തു. ഇപ്പോൾ ട്രിപ്പ് പോയേക്കുന്നു. ഒരെണ്ണം ഇപ്പോൾ ട്രിപ്പ് പോയേക്കുന്നു. ഇപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ വണ്ടി. ഇത് പുതിയ ചേസ് വന്നിരിക്കുകയാണ്. ഇത് ആദ്യത്തെ BS6 വോൾവോ ഐഷറാണ്. അപ്പം പണ്ട് തൊട്ടേ വളയങ്ങളോട് ഭയങ്കര താല്പര്യമാണോന്ന് ചോദിച്ചാൽ ആദ്യം ടൂറിസ്റ്റ് ബസ്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ കച്ചവടമായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി വാഹനങ്ങളുടെ. അപ്പോൾ കച്ചവടത്തിനെടുത്ത ടൂറിസ്റ്റ് ബസ് കുറച്ചു നാൾ വിട്ടപ്പം ഓട്ടങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ വന്ന് ഇതിനോട് അങ്ങ് ക്രൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ലോകത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റും. മറ്റെന്ത് ലഹരിയും നമുക്ക് ഒരു പകുതി ആകുന്നിടം വരെ നമുക്ക് മടുക്കാൻ തുടങ്ങും. പക്ഷെ ഇതങ്ങനെയല്ല, വളയം ഭയങ്കര ലഹരിയാണ്. അപ്പം വിപിൻ ഇത് സ്വന്തമാക്കിയിട്ട് എത്ര ദിവസമായി? നമുക്കിത് വന്നിട്ട് രണ്ട് ദിവസം ആവുന്നേ ഉള്ളൂ. 2 ദിവസം ആവുന്നേ നമുക്ക് ചേസ് കിട്ടിയിട്ട് 2 ദിവസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ബാക്കി പരിപാടികളൊക്കെ ഇതിനിപ്പം ഒരാഴ്ചയുടെ നമ്മുടെ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. ഇവിടുത്തെ എനിക്ക് ഒന്ന് ചേസ് അങ്ങനെ നമ്മുടെ നാട്ടിൽ അതായത് ഒരു 10-12 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ പ്രാണിയിൽ ഒരു പുതിയ ചേസ് വരുന്നത് കേട്ടോ. ഒരുപാടടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വോൾവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് BS6 മോഡൽ 2024 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇത് എവിടെ പണിയാനാണ് ഉദ്ദേശിക്കുന്നത്? പ്രകാശ്, ബാംഗ്ലൂർ കണ്ണപ്പ. ബാംഗ്ലൂർ പ്രകാശ് തന്നെ പണിയാനാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിപിൻ്റെ വിശേഷം. വിപിൻ ഒരു ബസ്സിൽ ഇങ്ങനെ ഒതുങ്ങാനാണോ താല്പര്യം? അല്ലല്ല, നമുക്ക് അവസരം കിട്ടണം, വീണ്ടും എടുക്കണം. ഇങ്ങനെ ചെറുപ്പക്കാരായ ഒരുപാട് പേരിങ്ങനെ ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് വരട്ടെ. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് പറയാം. വോൾവോയുടെ ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് വണ്ടിക്ക് മൈലേജ് ലൈലാൻഡ് വണ്ടിയേക്കാളും മൈലേജ് കൂടുതലുണ്ട്. ആർട്ട് ബ്ലൂവിന്റെ ചെലവ് കുറവ്. ഈ പൊല്യൂഷൻ കുറയ്ക്കേണ്ട ആർട്ട് ബ്ലൂ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വണ്ടിക്ക് BS6 വണ്ടിക്ക്. BS6 അപ്പം അതിൻ്റെയും ചിലവ് കുറവ്, മെയിൻ്റെനൻസും കുറവ്. 4 ലക്ഷം കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. 4 വർഷത്തിന് 4 ലക്ഷം കിലോമീറ്റർ വാറണ്ടിയാണ്. എഞ്ചിന്, ഗിയർ ബോക്സ്, ഹൗസിംഗ് എല്ലാത്തിനും വാറണ്ടി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മെയിൻ്റെനൻസ് കോസ്റ്റ് ഭയങ്കര കുറവാണ്. മെയിൻ്റെനൻസ് കോസ്റ്റ് ഇല്ല. മറ്റുള്ള 4 ലക്ഷം കിലോമീറ്റർ കൂടുതൽ നമ്മൾ ഒന്നും പേടിക്കണ്ട. എല്ലാം വോൾവോ നോക്കിക്കോളും. എല്ലാവരും നോക്കിക്കോളും. പിന്നെ ഈ ചേസിന്റെ ഐഷർ ഇവിടെ സർവീസ് എല്ലാം ചെയ്യുന്നത്. ഐഷറിന്റെ അല്ലേ? അപ്പോൾ ഈ ചേസിന്റെ പ്രത്യേകത എന്താണ്? ചേസിന്റെ പ്രത്യേകത ഇത് ടൂറിസ്റ്റ് 6016 എന്ന് പറഞ്ഞൊരു മോഡലായി ചേസ്. ടൂറിസ്റ്റ് ബസ്സിന്, ലൈൻ ബസ്സിനൊക്കെ അതിനേക്കാളും കുറവ്. ഈ ചേസിനൊക്കെ നീളം. ചേസ് എത്ര മോഡൽ ഇറങ്ങുന്നുണ്ട്? 3 മോഡലും കണ്ട് ഇറങ്ങുന്നുണ്ട്. 3 മോഡൽ ചേസ് ഇറങ്ങുന്നുണ്ട് അല്ലേ? പിന്നെ അതിന്റെ ചെറിയ ബസ്സൊക്കെ ഇല്ല, സ്കൂൾ ബസ് ചെറിയ 3 ടൈപ്പ് ചേസ് വോൾവോടെ തന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ കാണുന്ന ടൂറിസ്റ്റ് ബസ്സാണ്. അപ്പം ഇദ്ദേഹം വിജിൻ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ്, പുതിയ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പം ചെറുപ്പം തൊട്ടേ ബിസിനസ് ചെയ്ത് കയറി വന്നൊരു വ്യക്തിയാണ് അല്ലേ? അല്ലേ? എനിക്ക് മെയിൻ പരിപാടി വേറെ JCB ടിപ്പർ. അല്ല, ബിസിനസ്സിൽ കൂടെ മേഖലയുമായിട്ടാണ് ഞാൻ ബന്ധപ്പെട്ടിരുന്നത്. അല്ല, ബിസിനസ്സിൽ കൂടാണ് ഈ ഒരു സംരംഭം എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്നതാണ്. എൻ്റെ ഒരു കൂട്ടുകാരനാണ്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരാളാണ്. അപ്പം എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്. വലിയ തിരക്കുള്ള ആളാണ്. അപ്പോൾ അധികം വിളിച്ച് ബുദ്ധിമുട്ടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലെങ്കിലും എപ്പോഴും കോൺടാക്റ്റ് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. രാവൺ
രാവൺ ഹോളിഡേയ്സ്. രാവൺ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു വണ്ടി ഓടിക്കൊണ്ടിരിപ്പുണ്ടല്ലേ? ഓടിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പം ഓട്ടോമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ വീഡിയോ തന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്താൽ മാത്രം മതി.